ഊണിന് കറിയൊന്നുമില്ലെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്കുള്ള ഒരു എളുപ്പപ്പണിയാണ് മുട്ട പൊരിക്കുക. ഇപ്പോൾ സാധാരണ നമ്മൾ ഓംലെറ്റൊക്കെ ആയിട്ട് പൊരിക്കുന്നതൊക്കെ വിട്ടിട്ട് ഈ വെറൈറ്റി രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല കളർഫുള്ളായ ടേസ്റ്റിയായ ഒരു വീട്ടിലെ 4 പേര് അടങ്ങുന്ന ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 3 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു. കോഴിമുട്ടയോ താറാമുട്ടയോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരു പിഞ്ച്, 1/4 ടീസ്പൂൺ ഇല്ല അതിലും താഴെ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കട്ടയായിട്ട് കിടക്കും മുളക് പൊടിയൊക്കെ. അപ്പോൾ അതൊക്കെ മാറാൻ പാകത്തിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക് അത് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, ഇത്രയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും നിങ്ങളുടെ ഇഷ്ടമാണ്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കുമ്പോൾ ഈ കഷ്ണങ്ങൾക്ക് കൂടി വേണ്ട ഉപ്പ് കണക്കാക്കി വേണം ഉപ്പിടാൻ. ആദ്യമേ ഉപ്പിട്ട് കൊടുത്താലാണ് അത് മുട്ടയിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കട്ട പിടിച്ചോണേ ഇരിക്കും. അതുകൊണ്ടാണ് ആദ്യമേ ഉപ്പ് ചേർത്തത്. ഇനി നമ്മളിട്ട് കൊടുക്കുന്ന ഒരു പിടി ചിരകിയ തേങ്ങയാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മുളക് പൊടിയും ആദ്യമേ തന്നെ ചേർക്കണം. ഇതൊക്കെ ഇട്ടതിന് ശേഷം മുളക് പൊടി ഉപ്പൊക്കെ ചേർത്താൽ അവിടെ കട്ട പിടിച്ച് കിടക്കും, മിക്സിങ് ശരിയാവില്ല. അപ്പോൾ ലാസ്റ്റേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ കൂട്ട് റെഡിയായി. വെറും 5 മിനിറ്റ് മതി. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഈ മിക്സിനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അത് വളർന്നു വരുന്ന ഒരു പാകമുണ്ട്. നമ്മുടെ ടൊമാറ്റോയും സവാള ചേർത്തതും ഒക്കെ ഒന്ന് പച്ചപ്പ് മാറി ഒന്ന് കളർ മാറി വരും, ഒന്ന് വാടി വരുന്ന സ്റ്റേജ് അത്രയാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങ ചേർത്തിട്ടുണ്ട്, അപ്പോൾ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മുട്ട ഉലർത്തിയെടുക്കുക. ഈസി അല്ലേ, കളർഫുള്ളുമാണ്, ആർക്കും കാണുമ്പോൾ കഴിക്കാൻ തോന്നും, നല്ല ടേസ്റ്റുമാണ്. ഊണിന് ഒരു കറിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ണാം. വെറും 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസുമാണ്. മുട്ട ഇഷ്ടമല്ലാതെ കഴിക്കാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ പൊരിച്ചു കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കണേ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇടയ്ക്കിടയ്ക്ക് ടൊമാറ്റോയും പച്ചമുളകും ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങ കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഉഗ്ര ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് അതുപോലെ ഉലർത്തി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട പൊരിച്ചത് റെഡിയായി.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഉറപ്പായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.